ഇന്ത്യയിൽ ജനിച്ചു വീണ, ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് വോട്ടില്ലാതിരിക്കുന്നത് എങ്ങനെ? ആ വോട്ടുകൾ ഓരോ വോട്ടും ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതല്ലാതെ ഉള്ളവരുടെ വോട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഏതോ മാനദണ്ഡത്തിൻ്റെ പ്രകാരം നമ്മളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാനും ആ നീക്കം ചെയ്ത കാര്യം നമ്മളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന് പകരം വോട്ടുകൾ നീക്കം ചെയ്തിട്ട് ആ പട്ടിക പോലും ഞങ്ങൾ പറയില്ല, നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ രേഖകൾ കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് സാധാരണ മനുഷ്യരോട് കാണിക്കുന്ന തികഞ്ഞ ജനാധിപത്യ നിഷേധമാണ്. വാർത്തയിലുള്ളത് പംക്തിയുടെ പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടികയുടെ ഒരു പ്രത്യേക റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ 25 വർഷത്തിൽ ഒരിക്കൽ ഈ പ്രക്രിയ നടക്കും എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പട്ടികയിൽ, വോട്ടർ പട്ടികയിൽ ശരിക്കും ജീവിച്ചിരിക്കുന്ന യോഗ്യതയുള്ള അർഹരായ ആളുകൾ എല്ലാവരും ഉണ്ട് എന്നുറപ്പുവരുത്തുക, അർഹതയില്ലാത്ത ആരും അതിലില്ല എന്നുറപ്പുവരുത്തുക. ഈ 2 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് ഈ പ്രോസസ്സിൻ്റെ പുറകിലുള്ളത്. അതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ മെത്തഡോളജി 2002 ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു SIR നടന്നത്. അപ്പോൾ ആ SIRൽ പേരുള്ളവർക്ക് ഈ SIRലേക്ക് ഓട്ടോമാറ്റിക്, വോട്ടർ പട്ടികയിൽ അവർക്ക് പേരുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പേരും ഇതിൻ്റെ അകത്ത് വരും. ഇനി അന്ന് SIRൽ ഇല്ല എങ്കിലും അവരുടെ അടുത്ത ബന്ധുക്കൾ, അച്ഛൻ, മുത്തശ്ശൻ, ഇങ്ങനെയുള്ള ആളുകൾ, അമ്മ, വല്യമ്മ, ഇങ്ങനെ വളരെ നേരിട്ടുള്ള ബന്ധത്തിൽപ്പെട്ട ആളുകൾ അന്ന് ഉണ്ടെങ്കിൽ അവർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. അതേസമയം അന്നില്ല, SIRൽ ഡയറക്റ്റായിട്ട് ലിങ്ക് ഇല്ലാതിരുന്ന ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്ന, സുപ്രീം കോടതി കൂടി നിർദ്ദേശിച്ചിരിക്കുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ട് എങ്കിൽ അവർക്കും ഇതിലേക്ക് വരാം. നമ്മൾ കേൾക്കുമ്പോൾ ഇത് വളരെ ലളിതമായിട്ടുള്ള, നിയമവിധേയമായിട്ടുള്ള, ന്യായമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്നുള്ളത് വോട്ടർ പട്ടിക അർഹരായവർ മാത്രം ഉൾപ്പെടുന്ന ഒന്നായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ വഴിയില്ല. മരിച്ചുപോയവരുടെ പേരുകൾ ഒഴിവാക്കണം, സ്ഥലം മാറിപ്പോയവരുടെ പേരുകൾ അതത് സ്ഥലങ്ങളിൽ ഉണ്ടാക്കണം, ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം, അർഹതയില്ലാത്ത ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണം. ഇതൊന്നും ആർക്കും തർക്കമുണ്ടാകാൻ സാധ്യതയുള്ള കാര്യമല്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയമെന്നുള്ളത്, ഒരാൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അയാളുടെ പേര് നീക്കാൻ ഇലക്ഷൻ കമ്മീഷന് അവകാശമുണ്ടോ? അത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പരിപാടിയാണോ? അതാണ് ഈ SIRനെതിരെ സംസാരിക്കുന്ന അധികാൾ, നിങ്ങളോട് സംസാരിക്കുന്ന ഞാനടക്കം, നമ്മളുടെ അടക്കം പ്രശ്നം ഈ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ്റെതായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പേര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലുണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലുണ്ട്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലുണ്ട്. എൻ്റെ പേര് ഈ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ ചോദ്യം. ഇപ്പോൾ ഞാൻ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത നിയമസഭയും ആ നിയമസഭയുടെ ഉത്തരവാദിത്വമുള്ള മന്ത്രിസഭയുമാണ് ഇപ്പം ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വോട്ട് ചെയ്ത ലോക്സഭയും ആ ലോക്സഭയുടെ ഉത്തരവാദിത്വമുള്ള കേന്ദ്രമന്ത്രിസഭയുമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ എൻ്റെ വോട്ട് സാധുവായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്നത്? മരിച്ചുപോയ ആളുകളെ മാറ്റുന്നത് മനസ്സിലാക്കാം, ഇരട്ട വോട്ടുകളുള്ള ആളുകളെ മനസ്സിലാക്കാം. ഇപ്പം ഞാൻ എന്തിനാണ് എൻ്റെ അച്ഛൻ SIRൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് ബാധകമാകുന്നത്? എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ കാര്യം പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ എൻ്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു കാരണം എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ലേ? ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. അങ്ങനൊരു ബാധ്യതയില്ല എന്ന് മാത്രമല്ല, ആരെയൊക്കെ നീക്കി എന്നുള്ളത് പോലും പറയാനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്നുള്ള ഹുങ്ക് നിറഞ്ഞ നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തത്. അവസാനം സുപ്രീം കോടതി നാടൻ ഭാഷയിൽ പറയാൻ കൈപിടിച്ച് തിരിച്ചപ്പോഴാണ് ഈ ഇല്ലാത്ത ആളുകളുടെ ലിസ്റ്റ് പോലും പബ്ലിഷ് ചെയ്യാൻ, എന്നിട്ട് അതിൻ്റെ കാരണവും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായത്. ഇത് ശരിയായ കാര്യമല്ല. ഇപ്പം നമ്മൾ ഇത് വളരെ ഏറ്റവും പ്രകടമായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം പശ്ചിമ ബംഗാളിൽ നിന്ന് കേൾക്കുന്ന വാർത്ത,
പല വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ആളുകളുടെ പേരുകൾ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം അമ്മ അമ്മയുടെ പേരുണ്ട്, മകൻ്റെ പേരില്ല. അതിൻ്റെ കാരണം അമ്മയും മകനും തമ്മിലുള്ള പ്രായ വ്യത്യാസം 15 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ബാല്യവിവാഹങ്ങൾ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ നാട്. 15 വയസ്സിൽ അമ്മമാരാകുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. സത്യത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. 1-2 ജനറേഷൻ മുമ്പ് നമ്മൾ കേരളത്തിലെടുത്ത് നോക്കിയാൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും 15-16 വയസ്സിൽ അമ്മമാരും 30-31 വയസ്സിൽ വല്യമ്മമാരുമാകുന്ന ചരിത്രം കേരളത്തിൽ. നാട് പുരോഗമിക്കുന്നതിനനുസരിച്ചാണ് ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നത്. 12-13 വയസ്സിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന പാരമ്പര്യം നമുക്ക് 2-3 തലമുറയിൽ കേരളത്തിൽ എമ്പാടുമുണ്ടായിരുന്നു. ഇപ്പോഴും അത്യപൂർവമായിട്ടെങ്കിലും ബാല്യവിവാഹങ്ങളുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത് അതാണ് സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ സുപ്രീം കോടതി ഇതാണ് ചോദിച്ചത്, നിങ്ങൾ എന്താ ഇത്തരം ആളുകളെ അവർ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ അത് യുക്തിപരമായ ഒരു ഭംഗമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഈ പേരുകൾ മാറ്റിയത്. സുപ്രീം കോടതി അതാണ് ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? 15-16 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടാകാം. അത് നമ്മുടെ നാട്ടിലെ ഒരു വ്യവസ്ഥയാണ്. പ്രത്യേകിച്ച് പിന്നോക്ക ഏരിയകളിൽ, പിന്നോക്ക സ്ഥലങ്ങളിൽ മനുഷ്യർ വിദ്യാഭ്യാസം ജോലിയോ ഒന്നും കിട്ടാത്ത, അതല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാത്ത, അതൊരു പ്രയോറിറ്റി ആയിട്ട് കരുതാത്ത സമൂഹങ്ങളിൽ ഇപ്പോഴും ബാല്യവിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നുണ്ട്. അവർക്ക് വോട്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു ജനാധിപത്യ ധ്വംസനമാണ്. സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞു, നിങ്ങൾ ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത് എല്ലാം എടുത്ത് അത് എന്തുകൊണ്ട് ഇപ്പം മുത്തശ്ശനാകാൻ 50 വയസ്സിൽ മുത്തശ്ശനായി എന്ന് പറഞ്ഞിട്ട് വല്യച്ഛൻ്റെ പേര്, ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ മകൻ, അവൻ SIR അവൻ്റെ പേര് നിലനിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പേര് 2002 SIR ഉള്ളത് കൊണ്ടാണ്. അതാണ് അവൻ വേറെ രേഖകളില്ലാതെ അവൻ്റെ പേര് ഇപ്പോഴും ഡ്രാഫ്റ്റ് പട്ടികയിൽ വന്നത്. അപ്പം അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം ഏകദേശം 70 വയസ്സോളം കാണും. പക്ഷേ 50 വയസ്സേ ഉള്ളൂ എങ്കിൽ അതിലെങ്ങനെയാണ് ലോജിക്കിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതി. നമ്മളും അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ 50 വയസ്സ് ഒരാളുടെ 30 വയസ്സായ ഒരാളുടെ മകന് 50 വയസ്സായ ഒരാൾക്ക് ചിലപ്പം 35 വയസ്സുള്ള ഒരു മകനുണ്ടായിരിക്കും, അയാൾക്ക് ചിലപ്പം 18 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നിരിക്കും. അപ്പോൾ ഈ കൊച്ചുമകനും മുത്തശ്ശനും തമ്മിലുള്ള വ്യത്യാസം, പ്രായ വ്യത്യാസം ചിലപ്പോൾ 10-32 വയസ്സായിരിക്കും. അതൊക്കെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അവരുടെ വോട്ട് നിഷേധിക്കുകയാണ്? അച്ഛനാണോ മുത്തശ്ശനാണോ എന്നുള്ള കാര്യത്തിൽ എന്താണ് സംശയം? അതിനോട് രേഖകൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്ക് അതിനെക്കുറിച്ച് സംശയം? ഇതാണ് സുപ്രീം കോടതി. നമ്മൾ കാണേണ്ട കാര്യം ഇതിൻ്റെ പിറകിലുള്ള ലോജിക്ക് എന്നുള്ളത്, ഇതിൻ്റെ പിറകിൽ ഇലക്ഷൻ കമ്മീഷൻ അപ്ലൈ ചെയ്യുന്ന യുക്തി എന്നുള്ളത് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്താൻ ഇലക്ഷൻ കമ്മീഷൻ അവകാശമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഉള്ള എല്ലാ പ്രായപൂർത്തി വോട്ടവകാശമുള്ള എല്ലാവർക്കും വോട്ടവകാശം കിട്ടുക എന്നുള്ളത് പൗരൻ്റെ അവകാശമാണ്. അയാൾക്ക് തെരഞ്ഞെടുപ്പ്, നമ്മൾ നിയമപ്രകാരം, ഭരണഘടന പ്രകാരം നമ്മുടെ നിയമസഭകളെയും പാർലമെൻറ്റിനെയും തിരഞ്ഞെടുക്കാനുള്ളത് ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിനൊപ്പം വരുന്നതാണത്. അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക, അത് സംഭവിപ്പിക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തം. അയാളെ അങ്ങോട്ട് ചെന്ന് കണ്ട് അയാളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കുക, എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനു പകരം ഇലക്ഷൻ കമ്മീഷൻ തിരിഞ്ഞു നിന്ന് ഈ പട്ടികയിൽ പേര് ചേർത്ത ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കുന്ന അതിവിചിത്രമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും ഗുരുതരമായ ലംഘനമാണ്, ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഞങ്ങൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും, സുപ്രീം കോടതി അവരോട് പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ആദ്യം എടുത്ത നിലപാട് ആരെയൊക്കെ ഒഴിവാക്കി എന്നുള്ളൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നൊരു നിലപാടാണ് എടുത്തത്. സുപ്രീം കോടതി സ്വരം കടുപ്പിച്ചപ്പോൾ മാത്രമാണ് അത് പബ്ലിഷ് ചെയ്യാം എന്നവർ പറഞ്ഞത്. ഇപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും ഇങ്ങനെ വോട്ട് നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ പേരും അതിൻ്റെ കാരണവും എല്ലാ വില്ലേജ് ഓഫീസുകളിലും അതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മുടെ ജനാധിപത്യം എന്നുള്ളത് പ്രായപൂർത്തി വോട്ടവകാശം, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ ജനിച്ച, ഇന്ത്യയിൽ പൗരത്വമുള്ള എല്ലാ മനുഷ്യർക്കും അതിനുള്ള അവകാശമുണ്ട്. അതിന് ഏതെങ്കിലും കാരണം പറഞ്ഞ് തടയിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും.
എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് ഒരു വോട്ട് എന്നുള്ളത് ചിലർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്? നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്ത് പലയിടത്തും ഈ ഒരു വോട്ട്, ഒരാൾക്കൊരു വോട്ട് എന്നുള്ള തത്വം അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പല നാടുകളുണ്ടായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ സ്ത്രീകൾക്ക് വോട്ട് കൊടുക്കുന്നത് 1900-കളിലാണ്. ജനാധിപത്യം ഉണ്ടായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ 19-ാം നൂറ്റാണ്ടിൽ ആദ്യമാണ് അവിടെ സ്ത്രീകൾക്ക് വോട്ട് ലഭിച്ചത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് അവിടുത്തെ കറുത്ത വർഗ്ഗക്കാർക്ക് വോട്ട് ലഭിച്ചത്. ഇത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ രാജ്യം ഉണ്ടായപ്പോൾ തുടങ്ങി എല്ലാത്തരം മനുഷ്യർക്കും, ആണിനും പെണ്ണിനും, ഏത് ജാതിയിൽപ്പെട്ട ബ്രാഹ്മണനും ദളിതനും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാർക്കും, എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഒറ്റ വോട്ട് എന്നുള്ളത് നമ്മൾ പണ്ടേ കൊണ്ടുവന്ന കാര്യമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു വോട്ടുണ്ട് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ അവകാശമാണ്. അത് വലിയ തുല്യതയിലേക്കുള്ള വലിയൊരു നടപടിയാണ്. അപ്പം അത് അന്ന് തൊട്ടേ പലർക്കും അത് ദഹിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. എന്തിനാണ് ഇവർക്കൊക്കെ വോട്ടവകാശം കൊടുക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അന്നേ പലർക്കും ഉണ്ടായിരുന്നു. പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ളത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ സമ്മതിപ്പിക്കാൻ പോലും ജവഹർലാൽ നെഹ്റുവിന് വളരെയധികം പണിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രപരമായ വസ്തുത. എന്തിനാണ് വിദ്യാഭ്യാസമില്ലാത്തവർക്ക് എന്തിനാണ് വോട്ട്? ടാക്സ് കൊടുക്കാത്തവർക്ക്, നമ്മുടെ നാട്ടിൽ തന്നെ പണ്ടങ്ങനെയായിരുന്നു. നികുതി കൊടുക്കുന്നവർക്കാണ്, അതായത് ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്കാണ് വോട്ടുണ്ടാകേണ്ടത്. അവരാണ് പിന്നെ സമ്പദ്ഘടനയെ കൊണ്ടു നടക്കുന്നത്, അവരാണ് സമൂഹത്തിൽ ഇടപെടുന്നത്. അവർക്ക് മാത്രം വോട്ട് പോരെ? വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രം പോരെ? പണമുള്ളവർക്ക് മാത്രം പോരെ? ഉന്നത കുലത്തിൽ ജനിച്ചവർക്ക് മാത്രം വോട്ട് പോരെ എന്നുള്ള തോന്നൽ പലപ്പോഴുമുണ്ട്. എന്തുകൊണ്ടാണ് എന്നെപ്പോലെ തന്നെ മറ്റേ ആ ചെറിയ വീട്ടിൽ താമസിക്കുന്ന, ബംഗ്ലാവിൽ താമസിക്കുന്ന എനിക്കും ചെറിയ വീട്ടിൽ താമസിക്കുന്ന അവരും എന്തിനാണ് ഒരേപോലെ വോട്ട് എന്ന ചിന്ത പലപ്പോഴും നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിലുണ്ട്. ഇതിൻ്റെ വേറൊരു വേർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൃത്യമായ റെക്കോർഡുകൾ ഇപ്പോൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടിരിക്കുകയോ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം ആ കേസ് കേട്ടുകൊണ്ട്. അദ്ദേഹം ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന നിയമജ്ഞനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ബീഹാറിലെ SIRൻ്റെ സമയത്ത് 1 മാസമാണ് സമയം കൊടുത്തിരുന്നത്. ആ 1 മാസത്തിനുള്ളിൽ, അപ്പോൾ അദ്ദേഹം തന്നെ കോടതിയിൽ പറയും, നിങ്ങൾ ഈ പറയുന്ന രേഖകൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ എനിക്ക് പറ്റാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പം ഇപ്പം നമ്മൾ കേട്ടത് ഇന്ത്യയുടെ ഇത് പലരുടെയും വോട്ട് നിഷേധിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അങ്ങ് ഉപയോഗിക്കുകയാണ്. ഇപ്പം നമ്മൾ രേഖ കൊണ്ടുവരാൻ മാത്രമല്ല, പലപ്പോഴും പല ആളുകൾ ഇന്ത്യയിൽ ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അവരവരുടെ ഗ്രാമത്തിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ബീഹാറിൽ ജോലി ചെയ്ത പലരുടെയും പ്രശ്നം അതായിരുന്നു. അവർ പലരും കേരളത്തിൽ ജോലി ചെയ്യുന്നു. 1 മാസം കൊണ്ട് അവർക്ക് അതിനുവേണ്ടി അവർ കഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലെത്തി രേഖകൾ സംഘടിപ്പിക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്നത് അമർത്യ സെൻ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും എത്രയോ വർഷങ്ങളായി ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന, ഇന്ത്യൻ പൗരനാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്ന, ഇന്ത്യൻ പൗരത്വം ഇപ്പോഴും നിലനിർത്തുന്ന ഒരു ലോകത്തിൻ്റെ സമ്പത്താണ് അമർത്യ സെൻ. അദ്ദേഹത്തെ അധ്യാപകനെ കിട്ടാൻ ലോകത്തിലെ യൂണിവേഴ്സിറ്റികൾ തമ്മിൽ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലെക്ചർ കിട്ടാൻ വേണ്ടി പോലും ലോകത്തിലെ സർവകലാശാലകൾ മത്സരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പൗരത്വം നിലനിർത്തുകയാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി അവിടുത്തെ ഒരു വിദേശ പൗരത്വം സ്വീകരിച്ച് അവിടെ കൂടാൻ താല്പര്യപ്പെടുന്ന എന്തുമാത്രം മനുഷ്യരെ നമുക്കറിയാം. അപ്പോഴാണ് പൗരത്വത്തിന് ഒന്ന് മൂളിയാൽ പൗരത്വം കൊടുക്കാൻ പല വിദേശ രാജ്യങ്ങളും തയ്യാറാകുന്ന അമർത്യ സെൻ ഇന്ത്യൻ പൗരത്വം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശമായി, അഭിമാന ബോധത്തോടു കൂടി അദ്ദേഹം ഈ ഇന്ത്യൻ പൗരത്വം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പൗരത്വം അദ്ദേഹത്തിൻ്റെ വോട്ടറായി നിലനിർത്താനുള്ള രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നാവികസേനയുടെ മേധാവിയായിരുന്ന ഒരാളോട് കൂടി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഡോക്യുമെൻ്റ് കൊണ്ടുവരണം എന്ന്. ഇതാണ് അതിനകത്ത് വിചിത്രമായിട്ടുള്ള കാര്യം. ഇത്രയും വലിയ മനുഷ്യർ ഈ പ്രശ്നങ്ങൾ നേരിടുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാരായ മനുഷ്യർ എന്തുമാത്രം ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ കേരളത്തിലെ അവസ്ഥയല്ല പലയിടത്തുമുള്ളത്. കേരളത്തിൽ നമുക്ക് വിദ്യാഭ്യാസം, SSLC സർട്ടിഫിക്കറ്റുകളിൽ ആളുകളായിരിക്കും അധികം പേരും. ഇപ്പോൾ കേരള സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും താല്പര്യമെടുത്തിട്ടുള്ള സർക്കാരുകൾ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. പലരും ഇതറിയണമെന്ന് പോലുമില്ല. അവനവൻ്റെ വോട്ട് നീക്കം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയുണ്ടാവില്ല. അവർ വോട്ടർ പട്ടികയിൽ ചെല്ലുമ്പോഴായിരിക്കും, പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോഴായിരിക്കും അവരറിയുന്നുണ്ടാവുക, ഇത് എൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലല്ലോ എന്നുള്ള. കാരണം ഇതൊന്നും ഫിസിക്കൽ ഫോമിൽ ആരുടെയും കയ്യിലില്ല. ഇതൊക്കെ ഓൺലൈനായിട്ടാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും, പക്ഷേ പലയിടത്തും ഈ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് ഏകദേശം വട്ടപൂജ്യമായിട്ടുള്ള ഗ്രാമങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്.
നമ്മളത് കോവിഡിൻ്റെ സമയത്ത് കണ്ടതാണ്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത വില്ലേജുകളുണ്ട് അവിടെയൊക്കെയുള്ള മനുഷ്യർ എങ്ങനെ ഇത് തപ്പിച്ചെല്ലും? അതല്ല എന്തൊരു മര്യാദക്കേടാണെന്നല്ല. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അയാൾ അറിയണമെന്ന് പോലുമില്ല ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്നും. അയാൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും കേട്ടറിഞ്ഞ് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ പേരില്ല, തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേസമയം അങ്ങനെ ഒരു വോട്ടർ ഉണ്ടാവുകയും അയാൾ മരണപ്പെട്ടു പോയി എന്ന് ഇലക്ഷൻ കമ്മീഷന് സംശയമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉടനെ തന്നെ ഒരു സെൻസസിലേക്ക് പോവുകയാണ്. അതുപോലൊരു പ്രോസസ്സ് ഓരോ വീട്ടിലും ചെന്ന് ഇതാ ഇന്നയാൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഇന്നയാൾ ഇവിടെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ്റെയാണ്, സർക്കാരിൻ്റെയാണ്, പൗരൻ്റെ അല്ല. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. ഇതാണിപ്പോൾ ഓരോ ദിവസം എന്നോടും പുതിയ ഇലക്ഷൻ കമ്മീഷൻ പുതിയ രൂപങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യരുടെ വോട്ട് റദ്ദാക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത് ജനാധിപത്യ നിഷേധത്തിൻ്റെ രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പലപ്പോഴും ചെറിയ വാർത്തകളായിട്ടാണ് നമ്മൾ കാണുക. പക്ഷേ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യം ആര് ഭരിക്കണം, നമ്മളെ ആര് ഭരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യ സങ്കല്പത്തെയാണ് ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരാൾക്ക് ഇപ്പോൾ ഒരാളെ വോട്ടർ പട്ടികയിൽ നീക്കണമെങ്കിൽ ഇന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് 2 വോട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ 2 സ്ഥലത്തെ ഏത് സ്ഥലമാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ അതിലൊരു ന്യായമുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ആൾ മരിച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇതിലെ വോട്ടർ പട്ടികയിൽ നീക്കുന്നു എന്ന് ഒരാളോട് പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ അച്ഛൻ, അമ്മ, സഹോദരൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ വീട്ടിലുള്ള ആൾ, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഞങ്ങളുടെ റെക്കോർഡുകൾ, പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് അതിലുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള വോട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്യുന്നു എന്ന് അദ്ദേഹത്തെ അറിയിക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ വോട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ട്, നിങ്ങളതിന് വേണ്ടത്ര രേഖകൾ ഹാജരാക്കണം എന്ന് വ്യക്തിപരമായിട്ട് അങ്ങോട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്. അതാണ് ജനാധിപത്യപരമായ മര്യാദ. അതിന് പകരം വോട്ടുകൾ നീക്കം ചെയ്തിട്ട് ആ പട്ടിക പോലും ഞങ്ങൾ പറയില്ല, നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ രേഖകൾ കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് സാധാരണ മനുഷ്യരോട് കാണിക്കുന്ന തികഞ്ഞ ജനാധിപത്യ നിഷേധമാണ്. അതിനെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. പല വിദേശ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത്, ഇപ്പം നമ്മൾ ഒരു ജനനം നടന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ രേഖകൾ കൊടുത്താൽ നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് സർക്കാർ രേഖകളിൽ എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ 18ാമത്തെ വയസ്സിൽ വാട്ടവർ ഏത് പ്രായത്തിലാണോ ആ പ്രായത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരികയാണ്. നമ്മളതിനുവേണ്ടി പ്രത്യേകിച്ച് പോയി ഒരു ശ്രമം നടത്തേണ്ടതില്ല. അതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. അതിന് പകരം നമുക്കിപ്പോൾ വോട്ട് ചേർക്കണമെങ്കിൽ നമ്മൾ തന്നെ ഫോം കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുവരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഏതോ മാനദണ്ഡത്തിൻ്റെ പ്രകാരം നമ്മളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാനും ആ നീക്കം ചെയ്ത കാര്യം നമ്മളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളിത് ജനാധിപത്യപരമായി ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരം നയങ്ങൾ എവിടെ നിന്ന് വരുന്നു? എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ്റെ വോട്ടിനോട് വിദ്യാഭ്യാസമില്ലാത്തവരാണ് പലപ്പോഴും, വിദ്യാഭ്യാസമില്ലാത്ത, സാക്ഷരതയില്ലാത്ത, ഡിജിറ്റൽ സാക്ഷരതയില്ലാത്ത മനുഷ്യരാണ് ഇതിൻ്റെ ഇരകളായി പോകുന്നത്. അവരുടെ വോട്ട് എവിടെ പോകുന്നു? അവർ ഇന്ത്യയിൽ ജനിച്ചു വീണ, ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് വോട്ടില്ലാതിരിക്കുന്നത് എങ്ങനെ? ആ വോട്ടുകൾ ഓരോ വോട്ടും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതല്ലാതെ ഉള്ളവരുടെ വോട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു അജണ്ടയുണ്ട്. ഇതാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലമാക്കുന്ന രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത്. നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുന്നത്, നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്ന ചില സ്ഥാപനങ്ങളിൽ കൂടിയാണ്. ആ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മുടെ സർക്കാരുകളാണ്, നമ്മുടെ കോടതികളാണ്, നമ്മുടെ പത്രസ്ഥാപനങ്ങളാണ്, നമ്മുടെ മാധ്യമങ്ങളാണ്. അതുപോലെ തന്നെ പരമപ്രധാനമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ നമ്മളുടെ പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ള സങ്കല്പത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, ആ യാഥാർത്ഥ്യത്തെ, സങ്കല്പമല്ല, അത് ശരിക്കും ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ പുറത്താണ് നമ്മുടെ രാജ്യം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതിനെ തന്നെ ചോദ്യം ചെയ്ത് അതിനെ ദുർബലമാക്കുന്ന ഒരു പണിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് പല മനുഷ്യരുടെയും വോട്ടുകൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. അത് പക്ഷേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതല്ല അതിൻ്റെ ശരി. നമ്മൾ അതിൻ്റെ പുറകിലുള്ള ചിന്തയെ നമ്മൾ മനസ്സിലാക്കുകയും തള്ളിക്കളയുകയും, ഇത് മാത്രമല്ല,
തുല്യത എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ശരിക്കും മൗലികാവകാശങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ 14 അതിലാണ് തുല്യതയ്ക്കുള്ള അവകാശം നമ്മളവിടെ വെക്കുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും നിയമത്തിന് മുമ്പിൽ തുല്യമായ അവകാശമുണ്ട്. ആ അവകാശം എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് വോട്ടവകാശം പോലും. അപ്പോൾ ആ വോട്ടവകാശത്തിൽ കൈകടത്തുന്ന തരത്തിലുള്ള ചിന്ത നമ്മുടെ ഭരണ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ബാക്കിയുള്ള രൂപങ്ങളിലേക്കും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിന് അർത്ഥമില്ലാതായി പോകും എന്നുള്ള വസ്തുത നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഇത്തരം രാഷ്ട്രീയത്തിന്, അതായത് തുല്യതയ്ക്കെതിരായിട്ടുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള സാമാന്യനീതിക്കെതിരായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങൾക്കും ബോധങ്ങൾക്കും എതിരായിട്ടുള്ള രാഷ്ട്രീയത്തെ തിരിച്ചറിയാനും തള്ളിക്കളയാനും ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ വോട്ടവകാശം എന്നുള്ളത് നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്, വളരെയധികം പോരാടി ഉണ്ടാക്കിയ കാര്യമാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മളെപ്പോലെയുള്ള നമ്മുടെ 2-3 തലമുറകൾക്ക് അപ്പുറത്തുള്ള മനുഷ്യർക്ക് വോട്ടുണ്ടായിരുന്നില്ല. പലരുടെയും മുത്തശ്ശിമാർക്കും വോട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മളത് പോരാടി നേടിയ ഒരു കാര്യമാണ്. അതിനെതിരെയുള്ള ഗൂഢാലോചനകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ള അടിസ്ഥാന ജനാധിപത്യ മൂല്യത്തിനെതിരെയുള്ള ചിന്ത ആരുടെയെങ്കിലുമൊക്കെ തലയിലുണ്ട് എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ.